ഭഗവാൻ മഹാദേവന്റെ കഥകൾ നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് കേൾക്കുന്ന ഒന്നാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു തൃപ്പൂണിത്തറയും ആ ഒരു പാരമ്പര്യമൊക്കെ കുറെയൊക്കെ വള്ളുവനാടിനോട് ഒരുപാട് സാമ്യമുള്ള ഒരു സ്ഥലമാണ് തൃപ്പൂണിത്തറ ഭാഗം. ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട്, ഇന്നിപ്പോ നമ്മൾ ഈ നേരത്തെ തിരുനാമാചാര്യനെ സ്മരിച്ചതുകൊണ്ട് തന്നെ നാമം ജപിക്കുക എന്നൊരു വാക്ക് ഞങ്ങളുടെ ഒന്നും കുട്ടിക്കാലത്ത് അങ്ങനെ വല്ലാതെ പറഞ്ഞു കേട്ടിരുന്നില്ല സന്ധ്യാസമയത്ത്. പകരം മറ്റൊരു വാക്കുകൊണ്ടാണ് ഇതേ അർത്ഥം കുട്ടികളിൽ എത്തിച്ചത്. ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഒരു 6 മണി 6:30 ആയി കഴിഞ്ഞാൽ മേലെ കഴുകി നാമം ചൊല്ലു കുട്ടികളെ എന്ന് പറയില്ല, മറിച്ച് നാമം ചൊല്ലണതിന് പകരം അവർ പറയുന്നത്, ഞങ്ങളുടെ മുത്തശ്ശിമാരൊക്കെ പറയുക, നമശിവായ ചൊല്ലു മക്കളെ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഭാഗത്ത് അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമശിവായ എല്ലാം പറയും. സന്ധ്യ ആയി കഴിഞ്ഞാൽ നമശിവായ ചൊല്ല. ചിലയിടത്തത് രാമനാമം ചൊല്ലാൻ പറയും, ചിലയിടത്തത് നമശിവായ ചൊല്ലാം. മഹാദേവന്റെ പെരുന്നാളത്തപ്പന്റെ ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാക്ഷരത്തിന്റെ മുകളിൽ ഭഗവാന്റെ ഒരു മന്ത്രമല്ല. പഞ്ചാക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിവൻ തന്നെയാണ്. ആ ഭഗവാന്റെ പഞ്ചാക്ഷരം ചൊല്ലുന്ന സമയത്ത് നമുക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. ആത്യന്തികമായിട്ട് കിട്ടുക ശിവനെ തന്നെയാണ്. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ശിവനിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആരെ കിട്ടാനാണ്? ശിവനെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഗുരുവായൂരപ്പന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനല്ല, ഗുരുവായൂരപ്പനെ തന്നെ കിട്ടാൻ പ്രാർത്ഥിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ആത്യന്തികമായിട്ട് ആചാര്യന്മാര് നാമജപത്തിന്റെ ഒരു സംസ്കാരം നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മന്ത്രമാണ് പഞ്ചാക്ഷരം, നമഃശിവായ എന്നുള്ള ഭാഗം. ജ്യോതിഷ ആധ്യാത്മിക അറിവുകൾ വേഗത്തിൽ അറിയാൻ ഇപ്പോൾ തന്നെ ജ്യോതിഷ വാർത്ത സബ്സ്ക്രൈബ് ചെയ്യൂ.